ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മലയാളത്തിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ എങ്ങനെ ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ പറയാന്നുള്ളതാണ്. മലയാളത്തിൽ പറയുന്ന പല സെന്റൻസുകളും നമുക്ക് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും. അതെ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് മലയാളം സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ ഇംഗ്ലീഷ് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറയാം. സൗണ്ട്സ് ഗ്രേറ്റ്. സൗണ്ട് കൊള്ളാലോ എന്നാ. സൗണ്ട് കൊള്ളാലോ എന്നല്ല ഇതിന്റെ അർത്ഥം. സൗണ്ട്സ് ഗ്രേറ്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ഐഡിയ അല്ലെങ്കിൽ ഒരു സജഷൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മൾ ഐഡിയ കൊള്ളാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കൊള്ളാം എന്ന് പറഞ്ഞതാണ് സൗണ്ട്സ് ഗ്രേറ്റ് എന്ന് പറയും. അല്ലാണ്ട് സൗണ്ട് കൊള്ളാം എന്നല്ല. പിന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ആർക്കും അറിയില്ല. നോബഡി നോസ്. അങ്ങനെയും പറയാം. ഇപ്പൊ ഇൻഫോർമൽ ആണെങ്കിൽ നോബഡി നോസ്, ഫോർമൽ ആയിട്ട് പറയുകയാണെങ്കിൽ നോ വൺ നോസ്. എന്നാ ഞാൻ ഒന്ന് പറയട്ടെ. ബസ് മിസ്സായി. അയ്യോ എനിക്ക് ബസ് മിസ്സായല്ലോ എന്നൊക്കെ പറയില്ലേ, എങ്ങനെ പറയാം? ഐ മിസ്ഡ് മൈ ബസ് എന്ന്. ചിലവർ ഐ ലോസ്റ്റ് മൈ ബസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഐ മിസ്ഡ് മൈ ബസ് എന്നാണ് പറയാ. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇതൊക്കെ ആരറിയാനാ? ഹു ഈസ് ഗോയിങ് ടു നോ. അത് എഴുതുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഹൂസ് ഗോണ നോ, ഹൂസ് ഗോണ നോ, അങ്ങനെയാണ് പറയാം. അതിപ്പോ എന്താ ഹു ഈസ് ഗോയിങ് ടു നോ എന്ന് പറഞ്ഞാൽ എന്ത് പ്രശ്നം? ആക്ച്വലി പറയണതിന് പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ എഴുതുന്ന പോലെയല്ലല്ലോ നമ്മൾ പറയാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഇതിപ്പോ നമ്മൾ പറയാം എങ്ങനെ മലപ്പുറം ഭാഷയില് ചി ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്നല്ലേ. അപ്പൊ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ എഴുതുന്ന അതുപോലെയല്ല നമ്മൾ പറയുമ്പോൾ. ഞാനൊന്ന് പറയാം. സമയം ഏകദേശം ആയിട്ടോ, നമുക്ക് പോവാനുള്ള നോക്കിയാലോ, അങ്ങനൊക്കെ നമ്മൾ പറയില്ലേ. ഏകദേശം ആയല്ലോ, അതിനെന്തെന്ന് പറയാ? ഇറ്റ്സ് ടൈം ടു ഗോ. അത് അങ്ങനെ പറയില്ല. ഇറ്റ്സ് അബൌട്ട് ടൈം എന്നാണ് പറയാ. ഇറ്റ്സ് ടൈം ടു ഗോ എന്ന് പറഞ്ഞാൽ പോകാനുള്ള സമയം ആയി എന്നാണ്. ഇറ്റ്സ് അബൌട്ട് ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം സമയം ആയിട്ടോ, ആ ഒരു മീനിങ് ആണ് വരുന്നത്. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പറയില്ല അയാൾ എന്നാലും എന്നെ പറഞ്ഞില്ലേ എന്ന്. അപ്പോ അതിനെന്താ പറയാന്നറിയോ? അതിനെ കുറിച്ചിട്ട് വലിയൊരു പിടുത്തക്കില്ല. ദാറ്റ്സ് സോ മീ. ദാറ്റ്സ് സോ മീ. അപ്പൊ ആരെങ്കിലും നമ്മളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാല് എന്നാലും അയാൾ അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയണത്, അത് നമുക്ക് ആവശ്യം വരും. ഇനി നമ്മളിപ്പോ ഒരാളെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾ തന്നെയാണ്, പക്ഷെ ആളെ കുറിച്ചിട്ട് നമുക്കൊരു വിവരമില്ല. അപ്പൊ നമ്മൾ ആളെ കാണുമ്പോ നിങ്ങൾ എന്താ ചെയ്യണിപ്പോ അങ്ങനെ ചോദിക്കില്ലേ? നിങ്ങൾ എന്തെങ്കിലും പഠിക്കുകയാണോ, ജോലി ചെയ്യാണോ, അങ്ങനെ ആളുടെ വിവരം ചോദിക്കില്ലേ? അത് നമ്മൾ എങ്ങനെ പറയാ? അത് നമ്മള് വാട്ട് ആർ യു ഡൂയിങ് എന്നല്ല പറയാ. വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറയില്ല, നമ്മൾ വാട്ട് ഡു യു ഡു എന്നാണ് പറയാ. വാട്ട് ആർ യു ഡൂയിങ് എന്നൊക്കെ നമ്മൾ പറയാം. ഇപ്പൊ നീ എന്തെങ്കിലും ആകെ പേപ്പറൊക്കെ പരത്തി വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ വന്നിട്ട് എന്താ ചെയ്യണേ അത് ചോദിക്കണേ. അങ്ങനെ ചോദിക്കുമ്പോഴാണ് നമ്മൾ വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കാണുമ്പോൾ ആളോട് വിവരം ചോദിക്കുന്നതിന് നമ്മൾ വാട്ട് ഡു യു ഡു എന്നാണ് പറയാ. പിന്നെ ഇതൊന്ന് നോക്കിയാലോ, എന്തൊരു കഷ്ടം, അതോ വാട്ട് എ പിറ്റി. ഇനി ഞാൻ ഒന്ന് പറയാം. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് എവിടെയെങ്കിലും ഷോപ്പിലോ എങ്ങനെയെങ്കിലും പോയി എന്ന് വിചാരിക്കാം. നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാനോ അങ്ങനെ എന്തെങ്കിലും. ഇപ്പൊ ഞാൻ കൊടുത്തോളാം, ബില്ല് വരുമ്പോ ഞാൻ കൊടുത്തോളാം എന്ന് പറയില്ലേ, അത് നമുക്ക് എങ്ങനെ പറയാം? അത് എനിക്ക് വലിയ പിടുത്തല്ല. നമ്മൾ ഐ വിൽ പേ എന്നൊന്നും പറയില്ല, നമ്മൾ പറയാ ഇറ്റ്സ് ഓൺ മീ. ഇറ്റ്സ് ഓൺ മീ. നമ്മളിപ്പോ മെസ്സേജ് അയക്കുമ്പോ ചോദിക്കില്ലേ പിന്നെന്താ വേറെന്താ എന്നുള്ളത്, അതിനെന്താ പറയാന്നറിയോ? അതിനിപ്പോ നമ്മള് മെസ്സേജ് അയക്കുമ്പോ ഒക്കെ വേറെന്താ പിന്നെന്താ തന്നെയല്ലേ പറയാറ്. അങ്ങനെയല്ല, വാട്ട് എൽസ് എന്നാണ് നമ്മൾ പറയാം. അപ്പൊ ഇനി മുതൽ വാട്ട് എൽസ് എന്ന് ചോദിക്കാം. അപ്പൊ ഈ പാർഡൺ മീ പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ഡ്രാമയിലും എസ്പെഷ്യലി നമ്മൾ ഷേക്സ്പിയറിന്റെ ഫിക്ഷൻസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ പാർഡൺ മീ. ആക്ച്വലി ഇതൊരു സോറി അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ എന്നുള്ളതിനൊക്കെ ആൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്ലാസ്സിൽ ഇരിക്കുകയാണ്, അപ്പൊ സാർ പറഞ്ഞത് നമ്മൾ കേട്ടില്ല, അപ്പൊ നമ്മൾ ആളോട് കേട്ടില്ല ഒന്ന് റിപ്പീറ്റ് ചെയ്യോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സോറി പോലെ പറയാം. അങ്ങനെയാണ് നമുക്ക് പാർഡൺ മീ എന്ന് പറയാൻ പറ്റും.